എല്ലാവർക്കും നമസ്കാരം. നമ്മളെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ചർച്ച ചെയ്ത ഭാഗങ്ങൾ ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, അതിൽ ഡെൻസിറ്റി, സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അഡ്ഹഷൻ, കൊഹഷൻ, സർഫസ് ടെൻഷൻ, വേപ്പർ പ്രഷർ തുടങ്ങിയ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്പിലാരിറ്റി, അതുപോലെ അറ്റ്മോസ്ഫറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതുകൂടാതെ ഫ്ലൂയിഡ് പ്രഷർ മെഷർമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്ത് ഈ ചാപ്റ്റർ നമുക്ക് ഇന്നിവിടെ സമ്മറൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ക്യാപ്പിലാരിറ്റി. Capillarity is a phenomena by which a liquid rises or falls in a narrow tube. This is due to the combined effect of cohesion, adhesion, and we can say that surface tension also. Capillarity നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ചെറിയ വളരെ നാരോ ട്യൂബുകളിലൂടെ അല്ലെങ്കിൽ നാരോ സുഷിരങ്ങളിലൂടെ ലിക്വിഡ് മുകളിലേക്ക് മാത്രമല്ല ചില സമയങ്ങളിൽ അത് താഴേക്കും വരാറുണ്ട്. ഇപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഒരു ട്യൂബുണ്ട്. ഈ ട്യൂബ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളമാണ്. ഇതിനകത്തേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ചിരിക്കുന്നു. ആ ട്യൂബിൻ്റെ ഡയമീറ്ററാണ് ഡി. സ്മോൾ ഡി എന്ന് പറയുന്നത് ട്യൂബിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ഇത് നാരോ ട്യൂബ് ആയതുകൊണ്ട് ഇതിലുള്ള ലിക്വിഡ് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറി. ലിക്വിഡ് റൈസസ് ഇൻ ദ ട്യൂബ്. അപ്പോൾ അതായത് ലിക്വിഡിൻ്റെ സർഫസ് ഇത്രയേ ഉള്ളൂ. ഈ സർഫസിനേക്കാളും മുകളിലേക്ക് ലിക്വിഡ്സ് ഇത്രയും കയറി. ഈ കയറുന്നതിനെയാണ് ഇതാണ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിലറി റൈസ് ഹൈറ്റ്, ക്യാപ്പിലറി ഹൈറ്റാണിത് എച്ച്. ദിസ് ഈസ് എച്ച്. ഇങ്ങനെ കയറാൻ കാരണമായ ലിക്വിഡിൻ്റെ സവിശേഷതയ്ക്ക് വിളിക്കുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് ഇറ്റ് റൈസ് ഓർ ഫോൾ. സംടൈംസ് ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ചില കേസിൽ ലിക്വിഡിൻ്റെ സർഫസ് ഇത്രയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ക്യാപ്പിലറി ഫാൾ വരുന്ന കേസിൽ ലിക്വിഡ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ദർ ഈസ് എ fall in the liquid in that tube. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പേര് capillary depression എന്നാണ് വിളിക്കുന്നത്. This is called capillary depression or we can call it as capillary fall എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇതിനെ capillary rise എന്നാണ് വിളിക്കുന്നത്. capillary rise. So this is the height of capillarity. ഇവിടെ ദിസ് ലിക്വിഡ് റൈസസ്, ഈ ലിക്വിഡിനകത്തേക്ക് കയറാനുള്ള കാരണം ഈ ലിക്വിഡിൻ്റെ മോളിക്യൂൾസും, ഇവിടെ ഗ്ലാസ് ട്യൂബ് ആണെങ്കിൽ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹഷൻ, കൂടാതെ കൊഹഷനും ക്യാപ്പിലാരിറ്റിക്ക് ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. കൊഹഷൻ കൂടുതലായിട്ട് ക്യാപ്പിലറി ഡിപ്രഷനാണ് കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. ഇതുകൂടാതെ ഈ ലിക്വിഡ് സർഫസിനെ ഇങ്ങനെ വലിച്ചു നിർത്തുന്നതിൽ ഇവിടെ സിഗ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ സർഫസ് ടെൻഷനാണ് ഈ ലിക്വിഡിനെ വലിച്ചു നിർത്തുന്നത്. ഈ ലിക്വിഡിൻ്റെ സർഫസിനെ വലിച്ച് രണ്ട് സൈഡിലേക്കും ഒരു ടെൻസൈൽ ഫോഴ്സാണ്, ലിക്വിഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു ടെൻസൈൽ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർഫസ് ടെൻഷനാണ് ഈ ലിക്വിഡിനെ ഇങ്ങനെ വലിച്ചു നിർത്തുന്നത്. ലിക്വിഡ് മുകളിലേക്ക് കയറാൻ കാരണം ഇവിടുത്തെ പ്രധാനമായിട്ടും അഡ്ഹഷനാണ്. അപ്പോൾ ഈ അഡ്ഹഷൻ്റെയും സർഫസ് ടെൻഷൻ്റെയും കൊഹഷൻ്റെയും ഒരു കമ്പൈൻഡ് എഫക്റ്റ് വഴിയാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ സിഗ്മ ഈസ് എ സർഫസ് ടെൻഷൻ, സിഗ്മ ഈസ് ദ സർഫസ് ഫോഴ്സ് സിഗ്മയുടെ പറയുന്ന സർഫസ് ടെൻഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് യൂണിറ്റ് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെയിറ്റ് ബൈ വോളിയം, ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് സ്പെസിഫിക് വെയിറ്റ്. ഇത് രണ്ടും നമുക്കറിയാം. ഇവിടെ ഇത് കൂടാതെ ഒരു തീറ്റ കൊടുത്തിട്ടുണ്ട്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഫോഴ്സ് ആൻഡ് ദിസ് സർഫസ്. അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിക്കും രണ്ട് തരത്തിലുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് മുകളിലേക്കുള്ള ഫോഴ്സും രണ്ട് താഴേക്കുള്ള ഫോഴ്സും. ഇത് ചരിഞ്ഞാണെങ്കിലും ഇതിൻ്റെ കമ്പോണൻറ്റ് മുകളിലേക്കുണ്ടായിരിക്കും. ആ മുകളിലേക്കുള്ള സർഫസ് ടെൻഷൻ്റെ കമ്പോണൻറ്റും അതുപോലെ താഴോട്ടുള്ള നമ്മുടെ ലിക്വിഡിൻ്റെ വെയിറ്റും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ദാറ്റ് ഈസ് H ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ WD. W എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ്, D ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, തീറ്റ ഈസ് ദിസ് ആംഗിൾ, സിഗ്മ ഈസ് ദ സർഫസ് ടെൻഷൻ. നമ്മൾ വെള്ളവും ഗ്ലാസും എടുക്കുകയാണെങ്കിലും ഈ തീറ്റ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഇൻ ദാറ്റ് കേസ് വി നോ ദാറ്റ് തീറ്റ 0 ആണുമ്പം കോസ് 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കോസ് 0 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. 4 സിഗ്മ ഇൻറ്റു 1 ബൈ WD. W സ്പെസിഫിക് വെയിറ്റ് ആണ്. 4 sigma is the surface tension, W is the specific weight of water. നമ്മൾ പഠിച്ചതാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് 9810 ആണ്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ജസ്റ്റ് W ഈസ് ഈക്വൽ ടു റോ ജി ആണ്. റോ ജി ഇക്വേഷൻ ഫോർ സ്പെസിഫിക് വെയിറ്റ് റോ ജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. ഇത് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 9810 കിട്ടുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ദിസ് ഈസ് എ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്പെസിഫിക് വെയിറ്റ് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത് ഇസ് എ ഫിനോമിന ദാറ്റ് ദ ലിക്വിഡ് റൈസ് ഓർ ഫോൾ ഇൻ എ നാരോ ട്യൂബ്. നാരോ ട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഡയമീറ്റർ കുറഞ്ഞു കഴിയുമ്പോൾ ക്യാപ്പിലാരിറ്റി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കൂടുതൽ വെള്ളം ഓർ ലിക്വിഡ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്മോളർ ദ ഡയമീറ്റർ, നമ്മൾ ഡയമീറ്റർ കുറയും തോറും ദ മോർ വിൽ ബി ദ റൈസ് ഓർ ഡിപ്രഷൻ. ഈ റൈസ് ഓർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഫ്ലൂയിഡിൻ്റെ കൊഹഷൻ കൂടുതലാണെങ്കിൽ, ഇഫ് ദ കൊഹഷൻ ഈസ് മോർ ദെൻ ക്യാപ്പിലറി ഡിപ്രഷൻ വിൽ ഹാപ്പൻ. കൊഹഷൻ കൂടുതലായിട്ടുള്ള ലിക്വിഡ്സ്, ഫോർ എക്സാമ്പിൾ മെർക്കുറിയുടെ കേസിൽ ക്യാപ്പിലറി ഡിപ്രഷനാണ് സംഭവിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ടർ വി ക്യാൻ സീ ദാറ്റ് ക്യാപ്പിലറി റൈസ് ഒരു പരിധി വരെ നമുക്ക് കാണാൻ സാധിക്കും. മെർക്കുറിയെ സംബന്ധിച്ച് ക്യാപ്പിലറി ഡിപ്രഷനാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഡയമീറ്റർ കുറയും തോറും ക്യാപ്പിലാരിറ്റി നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും, ക്യാപ്പിലാരിറ്റി കൂടും. ഇത്രയുമാണ് നമുക്ക് ക്യാപ്പിലാരിറ്റിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി പറയാം. H is equal to 4 sigma by WD. This is the equation for in the case of water. But general equation is 4 sigma cos theta by WD. That's all for capillarity. Capillarityയുടെ എക്സാമ്പിൾസ് വി ക്യാൻ സീ ദർ ആർ മെനി എക്സാമ്പിൾസ്. നമ്മളെ ഒരു തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് കയറി അത് കത്താനുള്ള കാരണം ആ തിരിക്കകത്തുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് പോകുന്നു. ഗ്രാവിറ്റിക്ക് എതിരായിട്ട് മുകളിലേക്ക് പോകാൻ കാരണം ക്യാപ്പിലാരിറ്റിയാണ്. അതുപോലെ ചെടികളിലുള്ള ചെറിയ റൂട്ടിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ് വെള്ളം അത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്യാപ്പിലാരിറ്റി വി ക്യാൻ സീ ഇൻ അവർ സറൗണ്ടിങ്സ്. ദർ ആർ മെനി എക്സാമ്പിൾസ് ഫോർ ക്യാപ്പിലാരിറ്റി.
സോ ക്യാപ്പിലാരിറ്റി ഉണ്ടാവാനുള്ള കാരണം കൊഹഷൻ, അഡ്ഹഷൻ ആൻഡ് സർഫസ് ടെൻഷൻ. അഡ്ഹഷൻ കൂടുതലാണെങ്കിൽ ക്യാപ്പിലറി റൈസ്, കൊഹഷൻ കൂടുതലാണെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ. മെർക്കുറിയെ സംബന്ധിച്ച് വി ക്യാൻ സീ ദാറ്റ് ദ ക്യാപ്പിലാരിറ്റി ഡിപ്രഷൻ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ഡയമീറ്റർ കുറഞ്ഞാൽ കൂടുതൽ ഡിപ്രഷൻ അല്ലെങ്കിൽ റൈസ് ഉണ്ടാവും. ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ഈ ഫിനോമിന കുറയും. സോ ദാറ്റ്സ് ഓൾ ഫോർ ക്യാപ്പിലാരിറ്റി. അടുത്തതായിട്ട് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ. വി നോ ദാറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ, it is the pressure on the surface of the earth. Suppose this is the surface of earth. ഇവിടെ വരെ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഒരു യൂണിറ്റ് ഏരിയയിൽ, ഭൂമിയിലുള്ള ഒരു യൂണിറ്റ് ഏരിയയിലോട്ട് ഇതിന് മുകളിലുള്ള വായുവിൻ്റെ ഭാരം അത് W എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ എയർ കോളം. ഈ യൂണിറ്റ് ഏരിയയ്ക്ക് മുകളിലുള്ള വെയ്റ്റ് ഓഫ് എയർ കോളം. ആ വെയ്റ്റ് ഓഫ് എയർ കോളം സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ നോർമൽ ഏരിയ ആണെങ്കിൽ ദിസ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഈക്വൽ ടു W/A ആയിരിക്കും. W ഈസ് ദ വെയ്റ്റ് ഓഫ് എയർ, A ഈസ് ദി ഏരിയ, യൂണിറ്റ് ഏരിയ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു നോർമൽ ഫോഴ്സ് ആക്ടിങ് ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ദിസ് നോർമൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ആർ കോൾഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ നോർമൽ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നു. ഈ നോർമൽ ഫോഴ്സിന് കാരണം എയറിൻ്റെ വെയ്റ്റാണ്. ഓക്കെ, വെയ്റ്റിന് കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് നമുക്കറിയാം. അപ്പോൾ ദിസ് നോർമൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ആർ കോൾഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇതിൻ്റെ മറ്റൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമുക്ക് ബാരോമെട്രിക് പ്രഷർ എന്നും പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാരോമെട്രിക് പ്രഷർ. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ സാധാരണ കാൽക്കുലേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വി ക്യാൻ സീ ദാറ്റ് the pressure, atmospheric pressure at sea level is called standard atmospheric pressure. അതായത് സീ ലെവലിൽ ഉള്ള, അതായത് സീ ലെവലിൽ കാണുന്ന, നമുക്ക് സീ ലെവലിൽ മെഷർ ചെയ്യുന്ന പ്രഷറാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. എങ്കിലും ഒന്നും കൂടി പറയുന്നു. 760 mm ഓഫ് മെർക്കുറി, 76 mm ഓഫ് മെർക്കുറി. ഇനി നമുക്ക് വേണമെങ്കിൽ 76 centimeters ഓഫ് മെർക്കുറി എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതായത് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ഓഫ് എ ലിക്വിഡ്, അതായത് മർദ്ദം, പ്രഷർ നമ്മൾ ഒരു ലിക്വിഡിൻ്റെ ഹൈറ്റിൽ പറയുന്നു. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 10.3 meters of water. 10.3 meters of water. ഇനി നമ്മൾ SI യൂണിറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ P is equal to rho GH എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. P is equal to rho GH. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. സോ ദാറ്റ് ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണെങ്കിൽ 101 325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കതിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റുകയാണെങ്കിൽ 101.325 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പാസ്കൽ എന്ന് പറയും. സോ ദാറ്റ് അതിനെ നമുക്ക് വേണമെങ്കിൽ കിലോ പാസ്കൽ എന്ന് വേണമെങ്കിലും പറയാം. ഇത് ബാറിൽ പറയുമ്പോൾ, ബാറിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1.01325 bar. Because 1 bar is equal to 10⁵ Newton per meter square. Bar is a bigger unit. അതുകൊണ്ട് നമുക്ക് അന്തരീക്ഷ മർദ്ദം അപ്രോക്സിമേറ്റ്ലി 1 bar ആണെന്ന് പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 bar.
അപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസാണ് എടുക്കുന്നത്. 101, 305 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 760 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, അല്ലെങ്കിൽ 10.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ 1.01325 ബാർ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1 ബാർ എന്ന് പറയുന്നത്. So it is a standard atmospheric pressure. It is the pressure measured at the sea level. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നെക്സ്റ്റ് ഇസ് ഗേജ് പ്രഷർ. എന്താണ് ഗേജ് പ്രഷർ എന്ന് നോക്കാം. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് തരുന്ന റീഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ ഈസ് ദ പ്രഷർ മെഷേർഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ്സ് are called gauge pressure. Pressure measured by instruments are called gauge pressure. Note that it is always above that atmospheric pressure. ഇത് അന്തരീക്ഷ മർദ്ദത്തെക്കാളും കൂടുതലായിരിക്കും. പോസിറ്റീവ് പ്രഷറിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് പോസിറ്റീവ് പ്രഷർ. So this pressure is always greater than atmospheric pressure. So gauge pressure means it is measured above the atmospheric pressure. Next is vacuum pressure. In some cases, some situations, the pressure is below the atmospheric pressure. പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ആ കേസിൽ നമ്മൾ വാക്വം ഗേജസ് ആണ് ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് vacuum gauges for measuring the low pressure. Low pressure means the pressure is below atmospheric pressure. പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണ്. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് വാക്വം ഗേജ്. അപ്പോൾ വാക്വം ഗേജ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ ഈസ് ദ പ്രഷർ മെഷേർഡ് ബൈ യൂസിങ് ഓഫ് വാക്വം ഗേജസ്. ഇതിനെ നമുക്ക് നെഗറ്റീവ് പ്രഷർ എന്നും വിളിക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് പ്രഷർ. നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. വാട്ട് ഈസ് അബ്സല്യൂട്ട് പ്രഷർ? പ്രഷർ മെഷേർഡ് എബവ് ദ അബ്സല്യൂട്ട് സീറോ. വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ? ദ തിയററ്റിക്കൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ, that is -273.15 degrees Celsius is the theoretical lower temperature. ഇതിനെയാണ് നമ്മൾ 0 Kelvin എന്ന് വിളിക്കുന്നത്. So this is absolute zero, 0 Kelvin or -273.15 degrees Celsius. ഈ സമയത്ത് മോളിക്യൂൾസിൻ്റെ മൊമെൻറ്റം, വെലോസിറ്റി, എവറിത്തിങ് വിൽ ബി സീറോ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് സീറോ. അപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ലിക്വിഡ്, അതിൻ്റെ മോളിക്കുലാർ മൊമെൻറ്റം, മോളിക്യൂളിൻ്റെ വെലോസിറ്റി, എവറിത്തിങ് വിൽ ബി സീറോ. സോ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് സീറോ. അപ്പോൾ ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന, ഈ ലൈനിലെ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലെ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. ഇതാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലെ പ്രഷറാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. അപ്പോൾ ഈ അബ്സല്യൂട്ട് സീറോയ്ക്ക് മുകളിൽ നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ നിന്ന് അളക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിനെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കും. സപ്പോസ് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ എ എന്ന് പറയുന്ന പോയിൻ്റ് അന്തരീക്ഷ മർദ്ദം, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദിസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ലൈനാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സൂചിപ്പിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും മുകളിലാണ്. അപ്പോൾ ഈ പ്രഷർ നമ്മളൊരു ഗേജ് ഉപയോഗിച്ച് അളന്നു. വി ഹാവ് മെഷേർഡ് ദിസ് പ്രഷർ by using a gauge. So that is called P gauge. This is called P gauge, means ഗേജ് ഉപയോഗിച്ച് അളന്ന പ്രഷർ. എന്നാൽ ഇവിടെ നമ്മൾ റെഫറൻസ് ഇതാണ്. എന്നാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പ്രഷർ എടുക്കുന്നു, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. അതായത് ഈ 0 മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്
അബ്സല്യൂട്ട് പ്രഷർ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. ദിസ് ഈസ് കോൾഡ് ഗേജ് പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ മെഷേർഡ് എബവ് ദ അബ്സല്യൂട്ട് സീറോ ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അപ്പോൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇതാണ് എഴുതിയിരിക്കുന്നത്. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. സോ വി ക്യാൻ റൈറ്റ് P absolute is equal to P atmosphere plus P gauge. This is in the case of positive. Positive means above atmospheric. പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് മുകളിലാണ്. എന്നാൽ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. വി വിൽ കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് പ്രഷർ. സപ്പോസ് ദിസ് ഈസ് ബി, ദ പോയിൻറ്റ് ബി. ദ പോയിൻറ്റ് ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഈ അളക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് വാക്വം പ്രഷർ. ദിസ് ഈസ് വാക്വം പ്രഷർ. പി വി, ദിസ് ഈസ് നെഗറ്റീവ്. എന്നാൽ ഇവിടെ മുതൽ ദിസ് ഈസ് അബ്സല്യൂട്ട് സീറോ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് വാക്വം പ്രഷർ. ദിസ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് വാക്വം pressure. This is absolute vacuum pressure. This is vacuum pressure or negative pressure. This is positive pressure or gauge pressure. This is absolute pressure. So that's all for atmospheric pressure. Next, differential pressure. Let us see what is differential pressure. ഇറ്റ് ഈസ് എ ഡിഫറൻസ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു അബ്സല്യൂട്ട് വാല്യൂ എടുത്തത്. നമ്മൾ ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലെ 2 പോയിൻറ്റുകൾ എയും ബിയും, ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെ നമുക്ക് വിളിക്കാം ഡിഫറൻഷ്യൽ പ്രഷർ. ഡെൽറ്റ പി എന്ന് വിളിക്കാം. ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഇൻ ദ സെയിം പൈപ്പ്. ഇറ്റ് ക്യാൻ ബി സെയിം പൈപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നൊരു പൈപ്പ് പോകുന്നുണ്ട്. ആൻഡ് ദർ ഈസ് അനദർ പൈപ്പ് വിച്ച് ഈസ് കോൾഡ് എസ് ബി. ദിസ് ഈസ് കോൾഡ് ബി ആൻഡ് ബോത്ത് ക്യാരീസ് ലിക്വിഡ്. ഈ ഇവിടെ 2 ബിന്ദുക്കൾ എടുക്കുന്നു പി, ദിസ് ഈസ് ക്യൂ. ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് നമ്മൾ അളക്കുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ പി. പിയിലെ പ്രഷർ അല്ല, സോറി എയിലെ പ്രഷർ അല്ല, ബിയിലെ പ്രഷർ അല്ല. വി ആർ ടേക്കിംഗ് ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ പ്രഷർ. ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ 2 പൈപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസും എടുക്കാം, ഒരു പൈപ്പിലെ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസും ആകാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് പ്രഷർ എന്ന് നമുക്ക് വിളിക്കാം. ഇത് സാധാരണ നമ്മുടെ ഡിഫറൻഷ്യൽ ഗേജസ് ഉണ്ട്, അതുപയോഗിച്ചാണ് നമ്മൾ ഈ പ്രഷർ കണ്ടുപിടിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ മെഷർമെൻറ്റ്. ഫ്ലൂയിഡ് പ്രഷർ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് വി ക്യാൻ ഡിസ്കസ്? ഒന്നാമതായിട്ട് ബൈ ബാലൻസിങ് ദ ലിക്വിഡ് വിത്ത് സെയിം ഓർ ഡിഫറൻറ്റ് ലിക്വിഡ്. 2 കേസിലും ഈ ബാലൻസിങ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ബാലൻസിങ്, ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തേനകത്ത് നമ്മൾ ബാലൻസ്, നമുക്കൊരു സപ്പോസ് വെള്ളം നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വെള്ളം തന്നെ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ മെർക്കുറി അതുപോലുള്ള മറ്റേതെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് അതിനെ ബാലൻസ് ചെയ്യാം. നമുക്ക് അളക്കേണ്ട ലിക്വിഡിനെ, പ്രഷർ മെഷർ ചെയ്യേണ്ട ലിക്വിഡിനെ ഒന്നുകിൽ ആ ലിക്വിഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു ലിക്വിഡ് ഉപയോഗിച്ച്, ഡെൻസിറ്റി കൂടിയ മറ്റൊരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ലിക്വിഡിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു ഡെഡ് വെയ്റ്റ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ഉപയോഗിക്കുന്നു. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ലിക്വിഡ് കോളത്തെ ബാലൻസ് ചെയ്യാം. എന്നിട്ട് അത് കാലിബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക്
ഫ്ലൂയിഡ് പ്രഷർ കണ്ടുപിടിക്കുക. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ബാലൻസിങ് ആണ്. ബേസിക്കലി ബാലൻസിങ്. ഒന്നാമത് ബാലൻസിങ് ദ ലിക്വിഡ് കോളം ഓർ ബാലൻസിങ് ദ ഡെഡ് വെയ്റ്റ്. ഡെഡ് വെയ്റ്റ് ബാലൻസ് ചെയ്യുകയാണ്. ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് let us see the problem. Let us see a problem. Calculate the specific weight, specific mass, specific volume and specific gravity of a liquid having a volume of 6 meter cube and a weight of 44 kilonewton. അപ്പോൾ നമുക്കതിൻ്റെ വോളിയം ക്യാപിറ്റൽ വി ആണ്. വോളിയം ഈസ് ഈക്വൽ ടു 6 meter cube. തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതണം. ആൻഡ് വെയ്റ്റിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ W ആണ്. ദാറ്റ് ഈസ് 44 kilonewton. വേണമെങ്കിൽ നമുക്കതിനെ 44 × 10⁻³ Newton എന്ന് എഴുതാം. സോ വാട്ട് ഈസ് സ്പെസിഫിക് വെയ്റ്റ്? Specific weight means specific weight is equal to weight by volume. Weight by volume. What is the weight? 44 × 10⁻³ divided by 6. That is approximately, on calculating you will get 7333 Newton per meter cube. This is the answer. ഫസ്റ്റ് ആൻസർ സ്പെസിഫിക് വെയ്റ്റ്. അടുത്തത് സ്പെസിഫിക് മാസ്. സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി. ഡെൻസിറ്റി ആസ് വി നോ ദാറ്റ് സ്പെസിഫിക് വെയ്റ്റ് ഉണ്ടെങ്കിൽ വി നോ ദാറ്റ് സ്പെസിഫിക് വെയ്റ്റിനെ നമ്മൾ W ചുനിച്ചാണ് ഇടുന്നത്. ഇത് W തന്നെയാണ്. ദിസ് ഈസ് W/V ആണ്. ഓക്കെ. സ്പെസിഫിക് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ρg ആണ്. ρg മറക്കരുത്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ρ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ബൈ G. ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് വെയ്റ്റ് ബൈ G. സ്പെസിഫിക് വെയ്റ്റ് ബൈ G. വാട്ട് ഈസ് ദ സ്പെസിഫിക് വെയ്റ്റ്? 7333 by 9.81. 9.81. So we will get the density is equal to 747.5 kilogram per meter cube. It is a unit of density. This is also answer. Next is specific volume. Specific volume നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. Specific volume എന്ന് പറഞ്ഞാൽ it is nothing but volume by mass. Volume by mass. Specific volume is equal to volume by mass. Or we can write, we know that density is equal to mass by volume. Therefore specific volume എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? That is 1/ρ. 1/ρ. That is 1/1000. 1/1000. Here the density is equal to 747 ആണ്. So that is 1/747.5. So you will get specific volume as 0.00134. Then specific volume and a unit meter cube per kilogram. This is also answer. Next is specific gravity. Specific gravity. Specific gravityക്ക് നമുക്ക് പല ഫോർമുലകളുണ്ട്. ഏത് ഫോർമുല ഉപയോഗിച്ചാലും നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് W of liquid, specific weight of liquid divided by specific weight of water. W of liquid is equal to 7333. ഇതാണ് കിടപ്പുണ്ട്. സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ 9810. That is a specific weight of water. On simplifying, you will get a value that is 0.00134.
0.747. Specific gravity has no unit, so 0.747 is the specific gravity of this liquid. Once again, let us see that the problem, that is volume is 6 meter cube and specific weight is equal to 44, not specific weight, weight is equal to 44 kilonewton. Therefore specific weight is equal to weight by volume, direct 44 10 raised to 3 by 6, so 733 Newton per meter cube. This is the specific weight. This is the specific weight. Next is specific mass or densities. Density is equal to, we know that specific weight is equal to rho g. Specific weight is equal to rho g. Therefore specific mass or density is equal to specific weight by g. Specific weight by g. ഈ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. So what is the specific weight done? 7333 divided by what is g? 9.81. On simplifying, you will get the value of density. Density is equal to 747.5 kilogram per meter cube. Specific volume is equal to volume by mass. We know that density is equal to mass by volume. It's reciprocal. So that is 1 by rho. 1 by rho എന്ന് പറഞ്ഞാൽ that is equal to 1 by what is rho? 747.5. On simplifying, you will get specific volume is equal to 0.00134 meter cube per kilogram. Next is specific gravity. S ആണ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. Specific weight of liquid divided by specific weight of water. Specific weight of liquid, this is the answer, 7333 divided by specific weight of water is 9810. So you will get an answer, that is 0.747. This is also answer. This is also answer. This is answer. So that's all for this problem. Next there is one problem. This problem, calculate the intensity of pressure in a sea at a depth of 5 kilometer. Suppose if the sea is like this, then ഈ ഒരു 5 കിലോമീറ്ററിലെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഓർ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച്. റിമെമ്പർ ദിസ് ഇക്വേഷൻ. റോ ജി ആണ് ഡബ്ല്യു. റോ ജി മീൻസ് ഡബ്ല്യു. Either P is equal to rho gh or P is equal to WH. This equation is very important. W is the specific weight. Specific weight is equal to rho into g. Rho is the density. Density into h is the height. So this is the height. In this case, h is equal to 5 kilometer. That is equal to 5 into 1000. That is 5000 meter. If the specific gravity S is equal to 1.025. Once the specific gravity is given, you can find the density rho, density of liquid, density of seawater is equal to specific gravity into 1000. What is the specific gravity? 1.025 into 1000. So you will get 1025 kilogram per meter cube. This is the density of seawater. This is the density of seawater. And we know that we have to find the pressure. P is equal to rho gh. What is rho? 1025. What is g? 9.81. Into what is h? This 5000. On simplifying, you will get the value of pressure in Newton per meter square. This problem you have to do yourself. Next, we are going to summarize this chapter. We have learned mass density or simply density, mass by volume. Its unit is kilogram per meter cube. Specific weight is equal to weight by volume. Weight by volume. Unit is Newton per meter cube. Specific volume എന്ന് പറഞ്ഞാൽ that is equal to
വോളിയം ബൈ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. നെക്സ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി is the specific weight of liquid divided by specific weight of water. അടുത്ത ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അതായത് നമ്മളൊരു യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് വിസ്കോസിറ്റി. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഓർ പോയിസ് ആണ് അതിൻ്റെ യൂണിറ്റ്. അടുത്തത് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്തിലുണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സാണ് ന്യൂട്ടൺ പെർ മീറ്റർ. വേപ്പർ പ്രഷർ സിംപിളി ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ഏരിയ. യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നമ്മൾ ഇതുവരെ പഠിച്ച ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ സമ്മറിയാണ്. ഇത്രയും പ്രോപ്പർട്ടീസാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോപ്പർട്ടീസ് റിമെമ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കാം. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഫ്ലൂയിഡ് പ്രഷർ മെഷർമെൻറ്റ് ബൈ യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് മാനോമീറ്റേഴ്സ്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റീസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ഇക്വേഷൻസ്, അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കൂടാതെ ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് സൂക്ഷിച്ച് വയ്ക്കുക. വീണ്ടും അടുത്ത പാഠഭാഗവുമായി ഫ്ലൂയിഡ് പ്രഷർ മെഷർമെൻറ്റ് ബൈ യൂസിങ് മാനോമീറ്റേഴ്സ് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.